Shalom. Our YouTube channel, A for Ben. welcomes you to a new lesson of Hebrew language learning. ഹീബ്രു ഭാഷാ പഠനത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ഹീബ്രുവിലെ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇംഗ്ലീഷിൽ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ നോക്കാം. നിർദ്ദിഷ്ട ആളുകളെയോ സ്ഥലങ്ങളെയോ കാര്യങ്ങളെയോ ചൂണ്ടിക്കാണിക്കാൻ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുന്നു. Before we talk about demonstrative pronouns in Hebrew, let's look at demonstrative pronouns in English. Demonstrative pronouns are used to point out specific people, places, or things. ഇംഗ്ലീഷിലെ പ്രധാന ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ഇനിപ്പറയുന്നവയാണ്. The main demonstrative pronouns in English are as follows. ദിസ് അഥവാ ഇത് എന്നാൽ സംസാരിക്കുന്ന വ്യക്തിയോട് കൂടുതൽ അടുപ്പമുള്ള ഒരു ഏകവചനത്തെ സൂചിപ്പിക്കുന്നു. This refers to a singular thing that is close to the speaker. ദാറ്റ് അഥവാ അത് എന്നാൽ സംസാരിക്കുന്ന വ്യക്തിയോട് കൂടുതൽ അകലെയുള്ള ഒരു ഏകവചനത്തെ സൂചിപ്പിക്കുന്നു. That refers to a singular thing that is far from the speaker. ദീസ് അഥവാ ഇവ എന്നാൽ സംസാരിക്കുന്ന ആളുടെ അടുത്തുള്ള ഒന്നിലധികം കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. These refers to multiple things that are close to the speaker. ദോസ് അഥവാ അവ എന്നാൽ സംസാരിക്കുന്ന ആളിൽ നിന്ന് വളരെ അകലെയുള്ള ഒന്നിലധികം കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. Those refers to multiple things that are far from the speaker. ആദ്യമായി നാം പഠിക്കുന്നത് സെ. ഹീബ്രുവിൽ സെഹ് എന്നത് പുല്ലിംഗ് ഏകവചനമാണ്. മസ്ക്യുലിൻ സിംഗുലർ. അതിന്റെ അർത്ഥം ദിസ് അഥവാ ഇത് എന്നാണ്. സെ. In Hebrew, zeh is masculine singular, and it means this. അടുത്തതായി സോത്ത്. ഹീബ്രുവിൽ സോത്ത് എന്നത് സ്ത്രീലിംഗ ഏകവചനമാണ്. ഫെമിനിൻ സിംഗുലർ. അതിന്റെ അർത്ഥം ദിസ് അഥവാ ഇത് എന്നാണ്. സോത്ത്. In Hebrew, zoth is feminine singular, and it means this. ഇനി നാം കാണുന്നത് ഇവയുടെ ബഹുവചനമാണ്. ആദ്യമായി എലെ. ഹീബ്രുവിൽ എല്ലെഹ് എന്നത് പുല്ലിംഗ് ബഹുവചനമാണ്. മസ്ക്യുലിൻ പ്ലൂറൽ. അതിന്റെ അർത്ഥം ദീസ് അഥവാ ഇവ എന്നാണ്. എലെ. Now we see the plural of these. Ele in Hebrew is masculine plural. It means these. ഇനി നാം കാണുന്നത് ഇവയുടെ സ്ത്രീലിംഗ് ബഹുവചനം ആണ്. എലു. ഹീബ്രുവിൽ എല്ലു എന്നത് സ്ത്രീലിംഗ് ബഹുവചനമാണ്. ഫെമിനിൻ പ്ലൂറൽ. അതിന്റെ അർത്ഥം ദീസ് അഥവാ ഇവ എന്നാണ്. എലു. Now we see the plural of these. Elu in Hebrew is feminine plural. It means these. ഇനി നാം പഠിക്കുന്നത് ഹു. ഹീബ്രുവിൽ ഹു എന്നത് പുല്ലിംഗ് ഏകവചനമാണ്. മസ്ക്യുലിൻ സിംഗുലർ. അതിന്റെ അർത്ഥം ദാറ്റ് അഥവാ അത് എന്നാണ്. ഹു. In Hebrew, who is masculine singular, and it means that. ഇനി നാം പഠിക്കുന്നത് ഹി. ഹീബ്രുവിൽ ഹി എന്നത് സ്ത്രീലിംഗ് ഏകവചനമാണ്. ഫെമിനിൻ സിംഗുലർ. അതിന്റെ അർത്ഥം ദാറ്റ് അഥവാ അത് എന്നാണ്. ഹി. In Hebrew, he is feminine singular, and it means that. ഹൂയും ഹിയും പേഴ്സണൽ പ്രോനൗൺ കൂടിയാണ്. പേഴ്സണൽ പ്രോനൗണിന്റെ ലെസൺ കാണുവാൻ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. Who, and here also personal pronouns in Hebrew. Click the I button to view the lesson on personal pronouns. ഇനി നാം പഠിക്കുന്നത് ഹമ. ഹീബ്രുവിൽ ഹെമ്മ എന്നത് പുല്ലിംഗ് ബഹുവചനമാണ്. മസ്ക്യുലിൻ പ്ലൂറൽ. അതിന്റെ അർത്ഥം ദോസ് അഥവാ അവ എന്നാണ്. ഹമ. In Hebrew, hema is masculine plural, and it means those. ഇനി നാം പഠിക്കുന്നത് ഹിന. ഹീബ്രുവിൽ ഹെന്നഹ് എന്നത് സ്ത്രീലിംഗ ബഹുവചനമാണ്. ഫെമിനിൻ പ്ലൂറൽ. അതിന്റെ അർത്ഥം ദോസ് അഥവാ അവ എന്നാണ്. ഹിന. In Hebrew, henna is feminine plural, and it means those. ഹെമ്മഹ് ഹെന്നഹ് ഇവ രണ്ടും ബിബ്ലിക്കൽ ഹീബ്രുവിലാണ് കൂടുതലായി കാണുന്നത്. Both hema and henna are more common in biblical Hebrew. പതിവായി വീഡിയോകൾ കാണുന്നത് ദൃശ്യപരമായി പഠിക്കുന്നത് എളുപ്പമാക്കും. Watching videos regularly will make it easier to learn visually. Thank you for watching videos of this YouTube channel. Please like, share, and subscribe to our videos. Please feel free to comment below. Have a great time.